എവിടെ സ്നേഹമുള്ളോ അവിടെ മാത്രമേ ജീവിതമുള്ളൂ. വിദ്വേഷം എപ്പോഴും നശിപ്പിക്കുന്നതാണ്. ഒരു ശിശുവിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള നല്ലതിനെ വികസിപ്പിച്ചെടുക്കുകയാണ് വിദ്യാഭ്യാസം. പുസ്തകത്താളുകളിൽ നിന്ന് പഠിച്ചെടുത്ത് പരീക്ഷയിൽ മാർക്ക് വാങ്ങിയാൽ മാത്രം നല്ലൊരു മനുഷ്യനാകാൻ കഴിയില്ല. നമുക്ക് നീതി ലഭിക്കുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം അപരനോട് നീതി കാണിക്കുക എന്നതാണ്. അഹിംസയുടെ സജീവമായ അവസ്ഥയാണ് സ്നേഹം. അധ്വാനിക്കുക, അന്വേഷിക്കുക, കണ്ടുപിടിക്കുക, കീഴടക്കാതിരിക്കുക, ഇതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം. എന്തും ത്യാഗം സഹിച്ച് ചെയ്യേണ്ടത് ചെയ്യാൻ ധൈര്യപ്പെടുകയാണ് ശരിയായ ധർമ്മം. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതു മാത്രമല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. എവിടെ ചിന്ത ഉദാത്തവും പരിശുദ്ധവുമാകുന്നുവോ അവിടെ എല്ലായ്പ്പോഴും ഫലവും ഉദാത്തവും പരിശുദ്ധവുമായിരിക്കും. എല്ലാ ഭയത്തെയും ജയിച്ച ആൾക്കേ അഹിംസ പൂർണ്ണമായി അനുഷ്ഠിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥന പ്രഭാതത്തിന്റെ താക്കോലും രാത്രിയുടെ സാക്ഷ്യവുമാണ്. ഈശ്വരന് നമുക്ക് ഭയവും വിശ്വാസവും ഉണ്ടെങ്കിൽ നാം മറ്റൊന്നും ഭയപ്പെടേണ്ടതില്ല. പിണക്കം, വഴക്ക് എന്നിവ പോലുള്ള സമയങ്ങളിൽ കൂടുതൽ സങ്കടം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാരിൽ ഇത് ഒരു തരം ആവേശമാണ് ഉണ്ടാക്കുന്നത്. ദാമ്പത്യ ബന്ധത്തിൽ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാകുക സ്വാഭാവികമാണ്. ഇത്തരം അവസരങ്ങളിൽ സ്ത്രീകൾ കൂടുതൽ സംസാരിക്കുകയും പുരുഷന്മാർ സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിക്കുന്നതും കാണാം. സന്തോഷമൊരു മാനസികാവസ്ഥയാണ്. നിങ്ങൾ കാര്യങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ സന്തോഷം നിലനിൽക്കുന്നത്. ഒരു വ്യക്തി ഈ ലോകത്ത് സന്തുഷ്ടനായിരിക്കാൻ 3 കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ആരെങ്കിലും സ്നേഹിക്കാൻ ഉണ്ടായിരിക്കുക, എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടായിരിക്കുക, എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ ഉണ്ടായിരിക്കുക. പകയും വിദ്വേഷവും കൊണ്ടു നടക്കുന്നവരെ ശ്രദ്ധിക്കുക. സമാധാനമോ സന്തോഷമോ അവരുടെ മുഖത്ത് നമുക്ക് കാണാനാകില്ല. അസ്വസ്ഥതകളില്ലാതെ സ്നേഹം പടർത്താം. വിദ്വേഷം താങ്ങാൻ കഴിയാത്തത്ര വലിയ ഭാരമാണ്. വെറുക്കപ്പെട്ടവനെ മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ അത് വെറുക്കുന്നവനെ മുറിവേൽപ്പിക്കുന്നു. വെറുപ്പ് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെ ഒരു പ്രശ്നം പോലും പരിഹരിച്ചിട്ടില്ല. ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എരിയുന്ന തീക്കനൽ കയ്യിലെടുത്ത് മറ്റൊരാൾക്കു നേരെ എറിയാൻ ശ്രമിക്കുന്നത് പോലെയാണത്. അത് ആദ്യം ബാധിക്കുന്നത് ദേഷ്യപ്പെടുന്ന ആളെ തന്നെയാണ്. ദേഷ്യത്തെ ക്ഷമ കൊണ്ട് ജയിക്കുകയാണ് വേണ്ടത്. ക്ഷമയാണ് ഏറ്റവും വലിയ വിജയം. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. ആളിക്കത്തുന്ന ചുള പോലെയാണ് മനസ്സ്. എന്തു കൊണ്ടിട്ടാലും കത്തിപ്പടരും. എന്താണ് കൊണ്ടിടേണ്ടത് എന്ന് നമ്മുടെ മാത്രം തീരുമാനമാണ്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പലരുമുണ്ടാകും. പക്ഷെ സ്വയം അറിയുന്നവർ വിരളമാണ്. ലോകത്തെ അറിയാൻ വളരെ എളുപ്പമാണ്. സെർച്ച് എഞ്ചിനുകൾ പറഞ്ഞു തരും. പക്ഷേ താൻ ആരാണെന്നും തനിക്ക് എന്താണ് വേണ്ടതെന്നും സ്വയം ചോദിക്കണം, അന്വേഷിക്കണം, കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രയാസം തോന്നുന്നത്, നമ്മളെ തകർക്കുന്നത് കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നു എന്നറിയുമ്പോഴാണ്. നിങ്ങൾ വളരെ രഹസ്യമായി പറഞ്ഞ കാര്യം അപ്പോൾ തന്നെ മറ്റുള്ളവരോട് പറയുന്നവരെ സൂക്ഷിക്കുക. നിങ്ങളുമായി പെട്ടെന്ന് അടുപ്പം കാണിക്കാൻ ശ്രമിക്കുന്നവരെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളോട് വന്ന് പറയുന്നവരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരക്കാർ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോടും പറയുന്നതായിരിക്കും. തക്കതായ കാരണങ്ങളില്ലാതെ പറഞ്ഞ വാക്കിൽ നിന്നും പിന്മാറുന്നവരെ വിശ്വസിക്കാതിരിക്കുക.
നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറ്റം മാത്രം കണ്ടെത്തുന്നവരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ആവശ്യമില്ലാതെ ചോദിച്ചറിയുന്നവരിൽ നിന്നും ബുദ്ധിപൂർവം ഒഴിഞ്ഞു മാറുക. നിങ്ങളുമായി അടുപ്പമുള്ളവർ കാരണമില്ലാതെ പെട്ടെന്ന് അകലുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശത്രുക്കളെയോ അവരുടെ വാക്കുകളെയോ വിശ്വസിക്കുക.